കഫർനാമിൽ ഒരു കുരുടന് കാഴ്ച ലഭിക്കുന്നു. ഈശോ സംസാരിക്കുന്നു. ഉടൻ എൻ്റെ മനസ്സ് സ്വസ്ഥമാകുന്നു. എൻ്റെ ഹൃദയത്തിൽ ശാന്തിയും സന്തോഷവും നിറയുന്നു. കുരുടന്മാരുടെ കഥ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. അദ്ദേഹത്തെ വേറൊരു കഥ കേൾപ്പിക്കാം. അപ്പോൾ എനിക്ക് ദർശനമുണ്ടാകുന്നു. മനോഹരമായ ഒരു സൂര്യാസ്തമയം. വേനൽക്കാലമാണ്. പടിഞ്ഞാറേ ചക്രവാളം അത്രയും ജ്വലിക്കുന്നുണ്ട്. നസ്രത്ത് തടാകം തീ പിടിച്ച കത്തിക്കാളുന്നൊരു ചക്രം പോലെയാണ്. ജ്വലിക്കുന്ന ആകാശത്തിനു താഴെ ജ്വലിക്കുന്ന തടാകം. കഫർനാമിൻ്റെ തെരുവുകളിൽ തിരക്കായി തുടങ്ങി. സ്ത്രീകൾ വെള്ളമെടുക്കാൻ പോകുന്നു. രാത്രിയിൽ മീൻ പിടിക്കാൻ പോകുന്നതിന് വള്ളവും വലകളും സജ്ജമാക്കുകയാണ് മുക്കുവർ. കുട്ടികൾ തെരുവിൽ കളിക്കുന്നു. കൊച്ചു കഴുതകൾ സാധനങ്ങൾ കൊണ്ടുവരാനുള്ള വല്ലങ്ങളും പേറി നാട്ടിൻ പുറത്തേക്ക് പോകുന്നു. അവിടെ നിന്ന് പച്ചക്കറികൾ കൊണ്ടുവരാൻ പോകുകയാണ്. ഈശോ ഒരു വീടിൻ്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. കതക് തുറക്കുന്നത് ഒരു മുറ്റത്തേക്കാണ്. ഒരു മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും പടർന്ന് പന്തലിച്ചു നിൽക്കുന്നത് കൊണ്ട് മുറ്റത്ത് മുഴുവൻ തണലുണ്ട്. ആ വീട്ടിനപ്പുറത്ത് കല്ലുപാകിയ ഒരു ഇടവഴിയുണ്ട്. അത് പത്രോസിൻ്റെ വീടായിരിക്കണം. പത്രോസും ആൻഡ്രൂവും കായൽ തീരത്താണ്. വള്ളത്തിൽ വലകൾ ഒതുക്കി വയ്ക്കുന്നതിനും കയറുകൾ ചുരുട്ടി വയ്ക്കുന്നതിനും വ്യാപൃതരായിരിക്കുന്നു. പത്രോസാണ് എല്ലാം ചെയ്യുന്നത്. ആൻഡ്രൂ കൂടെ നിന്ന് സഹായിക്കുന്നതേയുള്ളൂ. വീട്ടിൽ നിന്നും സാധനങ്ങൾ വള്ളത്തിലേക്ക് കൊണ്ടുവരിക എന്ന പണിയാണ് ആൻഡ്രൂവിൻ്റേത്. ഈശോ പത്രോസിനോട് ചോദിച്ചു, ഇന്ന് ധാരാളം മീൻ കിട്ടുമോ? കാലാവസ്ഥ കൊള്ളാം. കായൽ ശാന്തമാണ്. നല്ല നിലാവുമായിരിക്കും. കയത്തിനിടയിൽ നിന്ന് ജലപ്പരപ്പിലേക്ക് മത്സ്യങ്ങൾ വരും. എൻ്റെ വലകൾ അവയെ കോരിയെടുക്കും. നമ്മൾ തനിച്ചാണ് പോകുന്നത്. ഓരോ ഇത്തരം വല കൊണ്ട് നമുക്ക് തനിയൊന്നും ചെയ്യാനാകില്ല. ഞാനൊരിക്കലും മീൻ പിടിക്കാൻ പോയിട്ടില്ല. നിങ്ങളെന്നെ പഠിപ്പിക്കണം. ഈശോ മെല്ലെ കായൽ തീരത്തേക്ക് പോകുന്നു. വെള്ളത്തിൻ്റെ അടുത്തെത്തുമ്പോൾ നിൽക്കുന്നു. അവിടെ ചരൽ നിറഞ്ഞ മണലാണ്. ഗുരു, ഞങ്ങൾ ചെയ്യുന്നത് ഇതാണ്. ഞാൻ സെബദിയുടെ മകൻ ജെയിംസിൻ്റെ ഒപ്പം വള്ളത്തിൽ പോകും. ഞങ്ങൾ രണ്ടുപേരും ശരിയായ സ്ഥാനത്ത് വള്ളം നിർത്തിയിട്ട് വല വെള്ളത്തിലിറക്കും. ഒരു തല ഞങ്ങളുടെ കയ്യിലായിരിക്കും. ആ തല പിടിച്ചു കൊള്ളാമെന്നാണ് അങ്ങ് പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. ഞാൻ വലയുടെ ഒരറ്റം പിടിച്ചോളാം. വല വെള്ളത്തിൽ താഴുന്നത് നോക്കിക്കണ്ടാൽ മതി. വല സാവകാശം ഇറക്കണം. കെട്ടിപിണയാൻ ഇടയാക്കാതെ ഇറക്കണം. മീൻ കൂടുന്ന സ്ഥലമായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം വെള്ളത്തിൽ വല ഇറക്കാൻ. വെള്ളത്തിൽ വലിയ ചലനമുണ്ടായാൽ മീനെല്ലാം ഓടിക്കളയും. കെട്ടുണ്ടാകാൻ പാടില്ല. വല വീതിയിൽ വിരിയണമെങ്കിൽ കെട്ടില്ലാതിരിക്കണം. ഒരു സഞ്ചിയുടെ വായ് തുറക്കുന്നത് പോലെ വല തുറക്കണം. തലയിട്ടിരിക്കുന്ന മേലങ്കി കാറ്റിൽ പറന്നു പൊങ്ങുന്നത് പോലെ വല തുറക്കണം. വല പൂർണ്ണമായും വെള്ളത്തിലിറക്കി കഴിഞ്ഞാൽ വള്ളം മെല്ലെ തുഴയും. അല്ലെങ്കിൽ വള്ളത്തിൽ പായ് കെട്ടും. സൗകര്യം പോലെ ചെയ്യും. വട്ടത്തിൽ വല കൊണ്ടുപോകും. വേണ്ടത്ര മീൻ കയറിയിട്ടുണ്ടോ എന്ന് ഒരു കുറ്റിയുടെ ചലനം കൊണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഞങ്ങൾ കരയിലേക്ക് മടങ്ങും. ഏതാണ്ട് കരയെത്താറാകുമ്പോൾ വല വലിച്ച് അടുപ്പിക്കും. കൃത്യസമയത്ത് വേണം വല വലിക്കാൻ. നേരത്തെ വലിച്ചാൽ മീൻ രക്ഷപ്പെടും. താമസിച്ചു പോയാൽ വലയ്ക്കും മീനിനും കേടുപറ്റും. ഈ സമയം വളരെ ജാഗ്രതയോടെ പെരുമാറണം. ഒരു വള്ളത്തിൽ നിന്ന് മറ്റേ വള്ളത്തിൽ പിടിച്ചിരിക്കുന്ന വലയുടെ അറ്റം പിടിക്കാൻ കഴിയണം. വള്ളങ്ങൾ തമ്മിൽ അത്രയും അകലമേ പാടുള്ളൂ. വള്ളങ്ങൾ കൂട്ടിയിടിക്കാതെ സൂക്ഷിക്കണം. കൂട്ടിയിടിച്ചാൽ വലയിൽ കിടക്കുന്ന മത്സ്യങ്ങൾ ചത്തുപോകും. അങ്ങ് സൂക്ഷിക്കണം. ഞങ്ങളുടെ അന്നയപ്പമാണ് വലക്കകത്ത്. വലയിൽ ഒരു കണ്ണു വേണം. വല ഉലഞ്ഞ് കീഴ്മേൽ മറിയാതെ നോക്കണം. വലയിൽ നിന്നും പുറത്തു ചാടാൻ മീൻ കിടന്നു പിടയ്ക്കും. വലക്കകത്ത് ഏറെ മീൻ പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പിട അപകടമാണ്. മത്സ്യം ചെറുതാണ്. പക്ഷേ 200 1000 ഒന്നിച്ചു ചേർന്നാൽ അവ കൂറ്റൻ തിമിംഗലത്തെ പോലെ ശക്തി കാണിക്കും. പാപത്തിൻ്റെ കാര്യത്തിലും ഇതാണ് സംഭവിക്കുന്നത്. ചെറിയൊരു തെറ്റ് അത് തിരുത്താവുന്നതേയുള്ളൂ. ഒരാൾ ആത്മനിയന്ത്രണം പാലിക്കാതിരുന്നാൽ തെറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായി ആവർത്തിച്ചാൽ ആ ചെറിയ തെറ്റൊരു ശീലമായി മാറും. അത് വലിയ ഗൗരവമുള്ള തെറ്റായിത്തീരും. കാമാർത്തിയോടെയുള്ള ഒരു നോട്ടത്തിൽ തുടങ്ങും. ആ പോക്ക് വ്യഭിചാരം വരെ ചെന്നെന്നും വരാം. ഒരു ബന്ധുവിനോട് കൂറില്ലാതെയും ദയയില്ലാതെയും സംസാരിച്ചു തുടങ്ങുന്നു. അത് ആക്രമത്തിലും ദേഹോപദ്രവം ഏൽപ്പിക്കലിലും കൊണ്ടുചെന്നെത്തിക്കും. തെറ്റുകളുടെ എണ്ണം കൂടാനോ തെറ്റുകൾ കൂടുതൽ ഗുരുതരമാകാനോ ഒരിക്കലും അനുവദിക്കരുത്. സൂക്ഷിച്ചില്ലെങ്കിൽ അവ വളർന്ന് നരകത്തിലെ പാമ്പിനെ പോലെ ശക്തിയാർജിക്കും. നിന്നെ ഗഹന്നയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകും. ഗുരു, അങ്ങ് പറയുന്നത് ശരിയാണ്. പക്ഷേ ഞങ്ങൾ ബലഹീനരാണ്. ശ്രദ്ധ വേണം.
പ്രാർത്ഥനയും വേണം. ശക്തി ആർജിക്കുന്നതിനും സഹായം ലഭിക്കുന്നതിനും ഇതുകൂടിയേ തീരൂ. പാപം ചെയ്യാതിരിക്കുന്നതിന് ദൃഢമായൊരു തീരുമാനവും വേണം. പിതാവായ ദൈവത്തിൻ്റെ നീതിയിൽ പൂർണ്ണമായ വിശ്വാസവും വേണം. ദൈവം പാവപ്പെട്ട ശീമോനെ കർശനമായി ശിക്ഷിക്കുമോ? പഴയ ശീമോനോട് കർശനമായി പെരുമാറിയെന്നിരിക്കും. പക്ഷേ ഈ പുതിയ പത്രോസിനോട്, എൻ്റെ പത്രോസിനോട്, പിതാവിൻ്റെ അഭിഷിക്തൻ്റെ അനുയായിയോട് ദൈവം കാർക്കശ്യം കാട്ടില്ല. തീർച്ചയായും ഇല്ല. ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ഭാവിയിലും സ്നേഹിക്കും. എന്നെയോ? ആൻഡ്രൂ, നിന്നെയും ദൈവം സ്നേഹിക്കുന്നു. ജോണിനെയും ജെയിംസിനെയും ഫിലിപ്പിനെയും നെഥാനിയേലിനെയും സ്നേഹിക്കുന്നു. ഞാൻ തിരഞ്ഞെടുത്ത ആദ്യത്തെ അനുയായികൾ നിങ്ങളാണ്. ഇനിയും അനുയായികൾ ഉണ്ടാകുമോ? ഞങ്ങളെ കൂടാതെ അങ്ങയുടെ സഹോദരൻ യൂദായുണ്ട്. പിന്നെ യൂദായിൽ വിട്ടിട്ടു പോന്നവരും. എന്നെ അനുയായികൾ ഇനിയും ഏറെ വരും. എൻ്റെ രാജ്യത്തിലേക്ക് എല്ലാ മനുഷ്യർക്കും വരാവുന്നതാണ്. നൂറ്റാണ്ടുകളുടെ രാവുകളിൽ ഞാൻ എൻ്റെ വലയിൽ പിടിച്ചെടുക്കുന്നവരുടെ എണ്ണം നിങ്ങളുടെ വലയിൽ കയറുന്ന മത്സ്യങ്ങളെക്കാൾ എത്രയോ കൂടുതലായിരിക്കും. ഓരോ നൂറ്റാണ്ടും ഓരോ രാവുകളാണ്. വെള്ളി നക്ഷത്രമോ ചന്ദ്രനോ പ്രകാശം ചൊരിയുന്ന രാവല്ല. നൂറ്റാണ്ടുകളുടെ വെളിച്ചം ക്രിസ്തുവാണ്. ക്രിസ്തു നൽകുന്നു കൃപാവരവും. ആ രാത്രി അവസാനിച്ചു. പ്രഭാതം വന്നു കഴിഞ്ഞാൽ അത് അസ്തമിക്കാത്ത ഒരു ദിവസത്തിൻ്റെ പ്രഭാതമായിരിക്കും. അതിൻ്റെ വെളിച്ചത്തിൽ വിശ്വാസികൾ ജീവിക്കും. തിരഞ്ഞെടുക്കപ്പെട്ടവർ വെട്ടിത്തിളങ്ങുകയും മനോഹാരിതയും ആനന്ദവും കണ്ടെത്തുകയും ചെയ്യും. അവരെല്ലാം ചെറിയ ചെറിയ ദൈവങ്ങളാകും, പിതാവായ ദൈവത്തിൻ്റെ മക്കൾ. എന്നെപ്പോലെ ഇതൊന്നും നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകില്ല. ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു, നിങ്ങൾ ക്രൈസ്തവ ജീവിതം കൊണ്ട് ക്രിസ്തുവിൻ്റെ പോലെ ആകുകയും അവൻ്റെ അടയാളത്തിൽ സ്വർഗത്തിൽ പ്രശോഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് പിശാചിൻ്റെ അസൂയയും കൗടില്യവും എന്തു തന്നെ ആയാലും, മാനുഷിക ബലഹീനത എത്ര വലുതായാലും, ഞാൻ ഒട്ടേറെ മനുഷ്യരെ എൻ്റെ വലയിൽ പിടിച്ചെടുക്കും. അങ്ങയുടെ ദൗത്യം പ്രചരിപ്പിക്കാൻ ഞങ്ങളല്ലാതെ വേറെയും ആളുകൾ കാണുമോ? നിനക്ക് അസൂയയുണ്ടോ പത്രോസേ? അസൂയ പാടില്ല. വേറെയും ആളുകൾ വരും. എൻ്റെ ഹൃദയത്തിൽ എല്ലാവരോടും സ്നേഹമുണ്ട്. നിനക്ക് നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമോ? കായലിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന മണൽത്തരികളെ എണ്ണാൻ കഴിയുമോ? പറ്റില്ല. എൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹത്തുടിപ്പുകൾ എണ്ണി തീർക്കുക ഇതിലും പ്രയാസമായിരിക്കും. 12 മാസത്തിൽ എത്ര തവണ ഈ കായലിലെ ഓളങ്ങൾ കരയെ ചുംബിക്കുന്നു? നിനക്കത് എണ്ണി തിട്ടപ്പെടുത്താനാവില്ല. എൻ്റെ ഹൃദയത്തിൽ നിന്നും മനുഷ്യരെ ചുംബിക്കാൻ മുമ്പോട്ടായുന്ന സ്നേഹത്തിൻ്റെ ഓളങ്ങൾ ഇതിലും കൂടുതലാണ്. പത്രോസേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നതിൽ സംശയം വേണ്ട. പത്രോസ് ഈശോയുടെ കൈയെടുത്ത് ചുംബിക്കുന്നു. അവൻ വികാരവിവശനാകുന്നു. ആൻഡ്രൂ നോക്കി നിൽക്കുന്നതല്ലാതെ ഈശോയുടെ കയ്യിൽ തൊടാൻ ധൈര്യപ്പെടുന്നില്ല. ഈശോ അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നെയും വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രഭാതം വരുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കാതെ ചക്രവാളങ്ങളിൽ നിങ്ങളുടെ ഈശോ പ്രതിഫലിച്ചു നിൽക്കുന്നത് നിങ്ങൾ കാണും. അവൻ നിങ്ങളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയും, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. വരൂ, നിങ്ങൾ പ്രഭാതസന്ധിയിൽ അന്തർദാനം ചെയ്യുന്നത് മണിയറയിൽ പ്രവേശിക്കുന്നത് പോലെ മധുരമായ ഒരു അനുഭവമായിരിക്കും. ഷീമോൻ, ഷീമോൻ, ആൻഡ്രൂ, ഇതാ ഞാനിതാ വരുന്നു. ഓടിക്കതിച്ചുകൊണ്ട് ജോൺ എത്തുന്നു. ഗുരോ, ഞാൻ വരാൻ താമസിച്ചു പോയോ? ഈശോയെ സ്നേഹം കൊണ്ട് തിളങ്ങുന്ന കണ്ണുകളാൽ ജോൺ നോക്കുന്നു. ഉള്ളത് പറഞ്ഞാൽ നിനക്ക് വരാൻ ഉദ്ദേശമില്ലെന്ന് തോന്നി തുടങ്ങിയിരിക്കുന്നു. നിന്റെ വള്ളം ഇറക്കൂ. ജെയിംസ് എവിടെ? പത്രോസ് തിരക്കി. ഞങ്ങളിങ്ങെത്താൻ വൈകിയത് ഒരു കുരുടൻ കാരണമാണ്. അവൻ വിചാരിച്ചു ഈശോ ഞങ്ങളുടെ വീട്ടിലുണ്ടെന്ന്. അവൻ അവിടെ വന്നു. ഞങ്ങൾ പറഞ്ഞു, ഈശോ ഇവിടെയില്ല, നാളെ നിന്നെ സുഖപ്പെടുത്തിയേക്കും, ക്ഷമയോടെ ഇരിക്കൂ. പക്ഷേ കാത്തിരിക്കാൻ അവൻ തയ്യാറില്ല. നീ വെളിച്ചം കാണാൻ എത്രയോ വർഷങ്ങളായി കാത്തിരിക്കുന്നു. ഒരു രാത്രി കൂടെ ക്ഷമിച്ചുകൂടെ എന്ന് ജെയിംസ് ചോദിച്ചു. പക്ഷേ അയാൾ ആര് പറയുന്നതും കേൾക്കില്ല. ജോൺ, നീ കുരുടനായിരുന്നു എന്ന് കരുതുക. നിനക്ക് നിന്റെ അമ്മയെ കാണാൻ അതിയായ ആഗ്രഹമുണ്ടാകില്ലേ? പിന്നെ ഈ കുരുടൻ എന്തിനു പഴിക്കുന്നു? അയാൾ എവിടെ? ജെയിംസിൻ്റെ കൂടെ വരുന്നുണ്ട്. അവൻ ജെയിംസിൻ്റെ മേലെങ്കിൽ പിടികൂടി പിന്നെ വിട്ടില്ല. സാവധാനമേ അവന് നടക്കാനാകൂ. ഇവിടെ കായലോരത്ത് കല്ലുകളേറെയുണ്ട്. അവൻ തട്ടിയും തടഞ്ഞുമാണ് വരുന്നത്. ഗുരു, ഞാൻ അവനെപ്പറ്റി ഹൃദയശൂന്യമായി സംസാരിച്ചത് അങ്ങ് പൊറുക്കണം. പൊറുക്കാം. എങ്കിലും ശിഷ്യായി നീ പോയി കുരുടനെ സഹായിക്കൂ. അവനെ എൻ്റെ അടുത്ത് കൊണ്ടുവരൂ. ജോൺ ഓടിപ്പോകുന്നു. പത്രോസ് അസംതൃപ്തനാണ്. തല ആട്ടുക മാത്രം ചെയ്യുന്നു. ചെമ്പു നിറമായിരുന്ന ആകാശത്ത് നീലിമ പരന്നു.
മറ്റു വള്ളങ്ങളെല്ലാം വെള്ളത്തിലിറക്കി കഴിഞ്ഞു. അവരൊക്കെ മീൻപിടുത്തം തുടങ്ങി. പത്രോസ് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ശീമോനെ, ഗുരു, ഭയപ്പെടാതിരിക്കൂ, നിനക്ക് ധാരാളം മീൻ കിട്ടും. ഏറ്റവും അവസാനം ഏർക്കുന്നത് നിന്റെ വെള്ളമാണെങ്കിൽ കൂടി മീൻ കുറയില്ല. ഇത്തവണ മാത്രമല്ല, മറ്റുള്ളവരോട് കരുണ കാട്ടുമ്പോഴൊക്കെ ദൈവം നിനക്ക് സമൃദ്ധിയുടെ വരം തരും. ഇതാ കുരുടൻ ഇങ്ങെത്തിക്കഴിഞ്ഞു. ജെയിംസും ജോണും ഇരുവശത്തും നടക്കുന്നു. നടക്കൂ കുരുടൻ. അവൻ്റെ കയ്യിൽ ഒരു ഊന്നുവടിയുണ്ട്, പക്ഷേ അതവൻ ഉപയോഗിക്കുന്നില്ല. ഇരുവശവും നിൽക്കുന്നവരുടെ സഹായത്തോടെ വടിയൂന്നി നടക്കുന്നതിലും ഭംഗിയായി നടക്കുന്നുണ്ട്. എടോ ഗുരു, തൻ്റെ മുമ്പിൽ നിൽപ്പുണ്ട്. അന്ധൻ മുട്ടുകുത്തുന്നു. കർത്താവേ, എൻ്റെ മേൽ ദയയുണ്ടാകണമേ. നിനക്ക് കാഴ്ച വേണോ? എഴുന്നേറ്റ് നിൽക്കൂ. കണ്ണു കാണാതായിട്ട് എത്ര നാളായി? 4 ശിഷ്യന്മാർ കുരുടനെ കൊണ്ടുവന്ന 2 പേരുടെയും ചുറ്റും കൂടി. 7 വർഷം. അതിനു മുമ്പ് എനിക്ക് ശരിക്ക് കാണാമായിരുന്നു. എനിക്ക് പണിയുണ്ടായിരുന്നു. ഞാനൊരു കൊല്ലനായിരുന്നു. കടൽ തീരത്തുള്ള ചെസറിയ പട്ടണത്തിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. എനിക്ക് ധാരാളം പണിയുണ്ടായിരുന്നു. പണവും കിട്ടുമായിരുന്നു. തുറമുഖത്തും കച്ചവട സ്ഥലത്തും എനിക്ക് എന്തെങ്കിലും പണി കാണും. ചുട്ടുപഴുപ്പിച്ച ഒരു ഇരുമ്പ് കഷ്ണം അടിച്ച് വളച്ചൊരു നങ്കരമുണ്ടാക്കുന്നതിനിടക്ക് ഒരു തുണ്ട് വേർപെട്ട് തെറിച്ചു വന്ന് എൻ്റെ കണ്ണിൽ കൊണ്ടു. ഉലയിലെ ചൂടുകൊണ്ട് കണ്ണു രണ്ടും കരുകൊരുക്കുന്നുണ്ടായിരുന്നു. ആദ്യം മുറിവ് പറ്റിയ കണ്ണിൻ്റെ കാഴ്ച നഷ്ടമായി. 3 മാസം കഴിഞ്ഞപ്പോൾ മറ്റേ കണ്ണിനും കാഴ്ച ഇല്ലാതെയായി. ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന കാശെല്ലാം ചെലവായി. ഇപ്പോൾ ഞാൻ പിച്ച തിണ്ടിയാണ് ജീവിക്കുന്നത്. ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്. 3 മക്കളുണ്ട്. കുട്ടികളുടെ മുഖം കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. വയസ്സായ ഒരു അമ്മയുണ്ട്. അമ്മയും ഭാര്യയും പണിയെടുത്തുണ്ടാക്കുന്നതും ഞാൻ തെണ്ടിക്കൊണ്ട് ചെല്ലുന്നതും എല്ലാം കൂടി ചേർത്ത് പട്ടിണി കൂടാതെ കഴിയുന്നു. എൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയെങ്കിൽ എനിക്കും വീണ്ടും പണിയെടുത്ത് ജീവിക്കാമായിരുന്നു. ഒരു നല്ല ഇസ്രയേൽക്കാരൻ ചെയ്യേണ്ടത് പണിയെടുത്ത് കുടുംബം പുലർത്തുകയാണ്. അതിനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. അതുകൊണ്ടാണോ നീ എൻ്റെ അടുത്ത് വന്നത്? നിന്നോട് എൻ്റെ അടുത്ത് വരാൻ ആര് പറഞ്ഞു? താബോർ മലയുടെ അടിവാരത്ത് വെച്ച് അങ്ങ് സുഖപ്പെടുത്തിയ ഒരു കുഷ്ഠരോഗിയാണ് പറഞ്ഞത്. അങ്ങ് ഗംഭീരമായ ഒരു പ്രസംഗം ചെയ്തിട്ട് കായൽ തീരത്തേക്ക് മടങ്ങി വരും വഴിയാണ് അയാളെ സുഖപ്പെടുത്തിയത്. അയാൾ എന്തു പറഞ്ഞു? അങ്ങേക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്ന്. ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ആരോഗ്യം അങ്ങാണെന്ന്. ശരീരത്തിനും ആത്മാവിനും അവിടുന്ന് വെളിച്ചമാണെന്ന്. കാരണം അങ്ങ് ദൈവത്തിൻ്റെ വെളിച്ചമാണ്. അയാൾ കുഷ്ഠരോഗിയായിരുന്നെങ്കിലും തൻ്റെ മേലങ്കി കൊണ്ട് മുഖം മറച്ച് ആളുകളുടെ ഇടയിൽ കയറാൻ തൻ്റെ ഇടം കാണിച്ചു. അങ്ങ് മലയിലേക്ക് പോകുന്ന വഴി അയാൾ അങ്ങയെ കണ്ടു. അങ്ങയുടെ മുഖം അവൻ്റെ ഹൃദയത്തിൽ ആശയുടെ ദീപം കൊളുത്തി. അതുകൊണ്ടാണ് അവൻ ജനങ്ങൾക്കിടയിൽ കടക്കാൻ ധൈര്യപ്പെട്ടത്. അയാൾ പറഞ്ഞു, ഞാൻ ആ മുഖത്തൊരു പ്രത്യേകത കണ്ടു. അതെന്നോട് മന്ത്രിച്ചു, അവിടെ ആരോഗ്യമുണ്ട്, അവൻ്റെ അടുത്ത് പോകൂ. ആ സ്വരം ഞാൻ ശ്രവിച്ചുകൊണ്ട് ഞാൻ പോയി. അങ്ങ് പറഞ്ഞതെല്ലാം അവൻ എന്നെ പറഞ്ഞു കേൾപ്പിച്ചു. യാതൊരു അറപ്പുമില്ലാതെ അങ്ങ് അവനെ സ്പർശിച്ചപ്പോൾ അവൻ സുഖം പ്രാപിച്ചുവെന്നും പറഞ്ഞു. അയാൾ പുരോഹിതൻ്റെ അടുത്ത് പോയി സുഖം പ്രാപിച്ച വിവരം ഔപചാരികമായി അറിയിച്ച ശേഷം വരികയായിരുന്നു. എനിക്ക് അയാളെ പരിചയമുണ്ടായിരുന്നു. പണ്ട് അയാൾക്ക് സെബറിയായിലൊരു കടയുണ്ടായിരുന്നു. ആ കാലത്ത് ഞാൻ അയാൾക്ക് വേണ്ടി കുറച്ച് പണി ചെയ്തു കൊടുത്തതാണ്. അങ്ങയെപ്പറ്റി വഴിനീളെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും തിരക്കിയാണ് ഞാനിവിടെ എത്തിയത്. അവസാനം അങ്ങയെ കണ്ടെത്തി. എന്നോട് കരുണ തോന്നണമേ. വരൂ. ഇരുട്ടിൽ നിന്നും വരുന്ന ഒരാൾക്ക് ശല്യമുണ്ടാകുന്നത്ര പ്രകാശം ഇപ്പോഴുണ്ട്. അങ്ങനെ സുഖപ്പെടുത്താൻ പോവുകയാണോ? ഈശോ അവനെ പത്രോസിൻ്റെ വീടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അടുക്കളത്തോട്ടത്തിലെ അരണ്ട വെളിച്ചത്തിൽ കുരുടനെ അഭിമുഖമായി നിർത്തി. കുരുടൻ കണ്ണു തുറന്നാലുടൻ അതിവെളിച്ചത്തിൻ്റെ വെട്ടിത്തിളങ്ങുന്ന കായലിൻ്റെ ഉപരിതലം കാണത്തക്ക രീതിയിലാണ് നിർത്തിയത്. അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ അവനോട് പറയുന്നതെല്ലാം അവൻ ചെയ്തു. ഒരു ചോദ്യവും ചോദിക്കുന്നില്ല. പിതാവേ, അവിടുത്തെ ഈ മകന് നിന്റെ പ്രകാശം നൽകണമേ. മുട്ടുകുത്തി നിൽക്കുന്ന കുരുടൻ്റെ തലയ്ക്കുമീതെ ഈശോ കൈ നീട്ടിപ്പിടിച്ചു. ഒരു നിമിഷം അങ്ങനെ നിന്നു. വിരലിൻ്റെ അഗ്രം തുപ്പൽ കൊണ്ട് നനച്ചിട്ട് ആ വിരൽ കൊണ്ട് ഈശോ അയാളുടെ തുറന്നിരിക്കുന്നതും എന്നാൽ കാഴ്ചയില്ലാത്തതുമായ കണ്ണുകൾ മെല്ലെ തടവി. ഒരു നിമിഷം കുരുടൻ കണ്ണു ചിമ്മുന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ കണ്ണു തിരുമുന്നു. അയാളുടെ കണ്ണുകൾക്ക് ഒരു മൂടൽ. നിനക്ക് എന്തെങ്കിലും കാണാമോ? എൻ്റെ ദൈവമേ, എനിക്ക് കാണാമെന്ന് തോന്നുന്നു. അങ്ങയുടെ മേലങ്കി എനിക്ക് കാണാം.
അതിൻ്റെ നിറം ചുവപ്പാണ് അല്ലേ? വെളുത്ത കൈ, കമ്പിളി കൊണ്ടുള്ള ബെൽറ്റ്. നല്ലവനായ ഈശോയെ, എൻ്റെ കാഴ്ച കാണും തോറും മെച്ചപ്പെട്ടു വരുന്നു. അതാ ഭൂമിയിൽ മുളച്ചു വളരുന്ന പുല്ല്. അതൊരു കിണറാണല്ലോ. അതാ ഒരു മുന്തിരിവള്ളി. സ്നേഹിത, എഴുന്നേൽക്കൂ. അയാൾ ചിരിക്കുകയും കരയുകയും ചെയ്യുന്നുണ്ട്. ബഹുമാനവും അഭിലാഷവും തമ്മിൽ ചെറിയൊരു മൽപ്പിടുത്തം അയാളുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അവസാനം അയാൾ മുഖമുയർത്തി ഈശോയുടെ കണ്ണുകളിലേക്ക് നോക്കി. അനുകമ്പ നിറഞ്ഞ കണ്ണുകളോടെ ഈശോ അവനെ നോക്കി പുഞ്ചിരിക്കുന്നു. കാഴ്ച തിരിച്ച് ലഭിക്കുകയും അതിനുശേഷം ആദ്യമായി കാണുന്നത് ഈശോയുടെ മുഖമായിരിക്കുക ഇതൊരനുഭവം തന്നെയാണ്. ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ആ മനുഷ്യൻ കൈകൾ നീട്ടി. മാനസിക വിക്ഷോഭത്തിൻ്റെ ഫലമായി കാട്ടിയ ഈ ചേഷ്ട അയാൾ ഉടനെ നിയന്ത്രിച്ചു. ഈശോ കൈനീട്ടി തന്നേക്കാൾ വളരെ കുറച്ചു മാത്രം പൊക്കമുള്ള ആ മനുഷ്യനെ തൻ്റെ അടുത്തേക്ക് പിടിച്ചു കൊണ്ടുവരുന്നു. വീട്ടിൽ പോയിക്കൊള്ളൂ, സന്തോഷമായിരിക്കൂ, നീതിപൂർവം പ്രവർത്തിക്കൂ. എൻ്റെ സമാധാനം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഗുരു, കർത്താവെ, പരിശുദ്ധനായവനെ, അനുഗ്രഹീതനെ, വെളിച്ചം എനിക്ക് കാണാം. നീല നിറമുള്ള കായൽ, തെളിഞ്ഞ ആകാശം, സൂര്യ അസ്തമയം, വെളുത്ത പക്ഷത്തിലെ ചന്ദ്രക്കല. എന്നാൽ അങ്ങയുടെ കണ്ണുകളിലാണ് ഞാൻ അഗാധമായ നീലിമ കാണുന്നത്. യഥാർത്ഥ സൂര്യൻ്റെ പ്രകാശം അങ്ങയിൽ ഞാൻ കാണുന്നു. ചന്ദ്രൻ്റെ നിർമ്മലമായ വെളിച്ചം അങ്ങയിൽ ഞാൻ ദർശിക്കുന്നു. വേദനിക്കുന്നവരുടെ ഭാഗ്യനക്ഷത്രവും അന്ധരുടെ വെളിച്ചവും ജീവനുള്ള കാരുണ്യവും അങ്ങാകുന്നു. ആത്മാക്കളുടെ വെളിച്ചമാണ് ഞാൻ. നീ വെളിച്ചത്തിൻ്റെ പുത്രനായിരിക്കുക. എന്നെന്നും ഞാൻ വെളിച്ചത്തിൻ്റെ മകനായിരിക്കും. എനിക്ക് അങ്ങ് തിരിച്ചു നൽകിയ ഈ കണ്ണുകൾ അടയ്ക്കുമ്പോഴെല്ലാം എൻ്റെ ഈ പ്രതിജ്ഞ ഞാൻ പുതുക്കും. അങ്ങ് സ്വർഗസ്ഥനായ ദൈവവും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അത്യുന്നതങ്ങളിലിരിക്കുന്ന പിതാവ് വാഴ്ത്തപ്പെടട്ടെ. നീ പോയിക്കൊള്ളൂ. ആത്മവിശ്വാസത്തോടെ സന്തോഷവാനായി അയാൾ പോകുന്നു. അത്ഭുതം കൊണ്ട് മൂകരായി പോയ ശിഷ്യന്മാരോടൊപ്പം ഈശോ വള്ളത്തിൽ കയറി. 2 വള്ളമുണ്ട്. വള്ളം കായലിലിറക്കാനുള്ള ശ്രമത്തിലാണ് അവർ. ദർശനം ഇവിടെ അവസാനിക്കുന്നു.